ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഗൈഡൻസ് എന്താണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് എംപററാണ്. അടുത്തായിട്ട് ഏസ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ഫോർ ഓഫ് വാൻസ് വളരെ നല്ല എനർജിയാണല്ലോ. ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് പെന്റക്കിൾസ്, ടെൻ ഓഫ് പെന്റക്കിൾസ്. പെന്റക്കിളിന്റെ ബഹളമാണല്ലോ ഇവിടെ. എല്ലാവർക്കും കിട്ടട്ടെ, സാമ്പത്തികം എല്ലാവർക്കും കിട്ടട്ടെ. ഇവിടെ നയൻ ഓഫ് വാൺസ്, വാൺസിന്റെ എനർജിയും വന്നിട്ടുണ്ട്. ഏസ് ഓഫ് പെന്റക്കിൾസ്, എന്തോ നല്ല എനർജിയാണ് ഇതല്ലേ. ഇന്നത്തെ ദിവസം ഒത്തിരി പേർക്ക് സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ്, സമ്പത്തിൻ്റെതായ എനർജിയാണ്, മണിയുടെ എനർജിയാണ്. കണ്ടില്ലേ, ബോട്ടം വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൺസിന്. വാൺസിന്റെ പെന്റക്കിളിന്റെ എനർജിയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. ഒരു മേജർ അർക്കാന എംപറർ മാത്രമേ വന്നിട്ടുള്ളൂ ഇവിടെ. അപ്പൊ ഇവിടെ കണ്ടില്ലേ, ക്യൂൻ ഓഫ് വാൺസ്. നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി ആത്മവിശ്വാസം വർദ്ധിച്ചിട്ട് വളരെ ഉയരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ ലഭിക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട് നിങ്ങൾക്ക്. ഓഫീസിലൊക്കെ നല്ലപോലെ വർക്ക് ചെയ്യുന്നവർക്ക് മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് അഭിനന്ദിക്കാനുള്ള എനർജിയാണ്. അതുവഴി നിങ്ങൾക്ക് എല്ലാവരുടെയും മുൻപിൽ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രമായി തിളങ്ങാൻ സാധിക്കുന്നു, ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റുന്നു. മനസ്സിലായി, നിങ്ങൾ നല്ല ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നു, മറ്റുള്ളവരുടെ മുൻപിൽ ആകർഷിക്കപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ സത്യസന്ധത പുലർത്തുന്നുണ്ട് കാര്യങ്ങളിൽ. അതുപോലെ മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾ മുൻപന്തിയിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുവഴി എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കപ്പെടാനും വളരെയധികം നിങ്ങളുടെ ഗൈഡൻസിന് വേണ്ടി നോക്കിയിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ ഗൈഡൻസിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപന്തിയിൽ നിൽക്കാനുള്ള ഒരു യോഗ്യത ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെയും 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. 3 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തുടങ്ങി വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക. ഈ ഒരു സമയത്ത് 2-3 പേരൊക്കെ കൂടിച്ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് എന്തെങ്കിലും സാമ്പത്തികപരമായ ആ ഒരു വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ ആരംഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇത് എംപററാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റിലെ തന്നെ നിങ്ങളിവിടെ PSC ടെസ്റ്റൊക്കെ എഴുതിയിരിക്കുന്നവരാവാം, ഇനി അതുപോലെ ഗവൺമെന്റ് ജോബിന് വേണ്ടി ലഭിക്കുന്നവരാവാം, അല്ലെങ്കിൽ പെർമനന്റ് സാലറി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവരാവാം, സാലറി പെർമനന്റ് ആവാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ കൂടുതലായിട്ട് അറിവ് നേടാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയും ഇവിടെയുണ്ട്. അതുപോലെ കൃത്യനിഷ്ഠയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്ന ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വീട്ടിലായാലും എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൊടുത്തിട്ട് വരുമാനത്തിനനുസരിച്ച് ജീവിച്ചു പോകാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുക, അതേപോലെ നോക്കിക്കണ്ട് നടത്തുകയും ചെയ്യുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത്.
എംപറർ എന്ന് പറയുമ്പോൾ വളരെ നല്ല സ്ട്രോങ് എനർജിയാണ്, ഒരു ഹൈ എനർജിയാണ്. മനസ്സിലായോ? അപ്പം ഇത് ഒരു വീടിൻ്റെ ഒരു ഭരണാധികാരൻ എന്ന് പറയാം, ഒരു ഭരണം വഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ. അത് വീടിൻ്റെ ആയാലും മറ്റ് ജോലി സ്ഥലത്തായാലും എവിടെയായാലും സൊസൈറ്റിയിലായാലും ഒരു അതോറിറ്റി പവർ ഉള്ള വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇന്ന് നിങ്ങൾ എന്തൊക്കെയോ പുതിയതായിട്ട് തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ആ തുടക്കം നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ അതിനായിട്ട് ആരംഭിക്കാൻ പോകുന്നു. എന്തോ തുടങ്ങണമെന്ന്, ചിലപ്പോൾ ചില ഷോപ്പുകളാവാം, ചില ബിസിനസ് കാര്യങ്ങളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ചിലപ്പോൾ യൂട്യൂബ് ചാനലാവാം. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഓൺലൈൻ വഴി എന്തെങ്കിലും ബിസിനസ് നടത്താനാവാം. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഒരു തുടക്കം നിങ്ങൾ കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് വളരെയധികം ആവേശത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കിതിലൊരു സക്സസ് വേണം എന്ന് കരുതിക്കൊണ്ട് വളരെയധികം കോൺഫിഡൻ്റായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെയധികം പാഷനേറ്റ് ആണ് നിങ്ങൾ ഈ ഒരു സംരംഭം തുടങ്ങി വയ്ക്കുന്നത്. വളരെയധികം നിങ്ങൾ ആവേശത്തോടു കൂടിയാണ് എനിക്കിതിലൂടെ മുന്നോട്ട് വരണം, എനിക്ക് വിജയിക്കണം എന്നൊക്കെയുള്ള ചില പ്രതിജ്ഞകളോടുകൂടി മുന്നോട്ട് വരുന്നു, അതിന് തുടക്കം കുറിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തുടക്കം കുറിക്കാം, അതുമല്ല എങ്കിൽ നിങ്ങൾ കാര്യം തുടങ്ങി വെച്ചിട്ടും ഉണ്ടാവാം. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. വൺസ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഫയർ സൈൻ ആണ്, കണ്ടില്ലേ? ഇവിടെ 4 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. 4 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തിലേക്ക് 11 നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു തുടക്കം, ആത്മീയ വളർച്ചയിലേക്ക് വരുന്നു നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളിലേക്ക് സ്പിരിച്വൽ ഗ്രോത്ത് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ തുടക്കമാണ്. മനസ്സിലായോ? അതാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ഏഞ്ചൽ നമ്പേഴ്സ് സ്ഥിരമായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ പറയും ഇതെല്ലാം ഒത്തിരി നാൾ കൊണ്ട് കാണുന്നു, എന്നിട്ടങ്ങ് ഒരു ഗ്രോത്തും വന്നില്ലല്ലോ എന്ന് പറയും. പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വരുന്നതല്ല ഇതൊന്നും. മനസ്സിലായി? പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രോത്ത് വരില്ല. നിങ്ങൾ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്താണ് മുന്നോട്ട് നിങ്ങളൊരു ഗ്രോത്തിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പാണ്. മനസ്സിലായോ? ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നതും, ചിത്രശലഭങ്ങളെ കാണുന്നതും, റെയിൻബോ കാണുന്നതും, പക്ഷിത്തൂവൽ ദേഹത്ത് വന്ന് വീഴുന്നതും ഒക്കെയും നിങ്ങൾ എന്താണ്, നിങ്ങൾക്കൊരു സൂചന മാത്രമാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഒരു കറക്റ്റ് പാത്തിലാണ്, നിങ്ങളൊരു കറക്റ്റ് പാത്തിലാണ്, സ്പിരിച്വൽ ഗ്രോത്തിലാണ് നിങ്ങൾ എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി യൂണിവേഴ്സ് തരുന്ന ഒരു സൈനാണിതെല്ലാം. അത് മനസ്സിലാക്കുക. അല്ലാതെ ഇതെല്ലാം അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാണ്, അങ്ങനെ ഒന്നും കിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ അതാണ്, സോളൊക്കെ പ്യുവറായിട്ട് വരുന്നതിനാണ് ബട്ടർഫ്ലൈസ് ഒക്കെ നമുക്ക് ചുറ്റും പാറി പറക്കുന്നത്. അവിടെ ഈ മാറ്റമല്ലേ. ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്യൂപ്പയിൽ നിന്നും പുഴുവായി വന്നിട്ട് മനോഹരമായ ഒരു ഫ്ലൈ ആയിട്ട് വരികയല്ല ചെയ്യുന്നത്, ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കും പതുക്കെ പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് നമുക്ക് ചുറ്റും എപ്പോഴും ബട്ടർഫ്ലൈസ് ഒക്കെ പാറി പറക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് എന്താണ് ഇങ്ങനെയെന്ന്. അപ്പൊ നമ്മളെ യൂണിവേഴ്സ് ഏറ്റെടുത്തിരിക്കുന്നു, നമ്മളുടെ പാത്ത് കറക്റ്റാണ്. മനസ്സിലായോ? സ്പിരിച്വൽ വേയിലൂടെ വരുന്ന വ്യക്തികൾക്ക് ഇതൊക്കെ അനുഭവപ്പെടാറുള്ളൂ, അല്ലെങ്കിലൊന്നും ഇതൊന്നും അനുഭവപ്പെടാറില്ല. ചിലരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പോലും പലർക്കും അറിഞ്ഞുകൂടാ, അല്ലേ? പക്ഷെ നിങ്ങൾക്കിത് ആർക്കെങ്കിലും ഒക്കെ ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ടാവണം. മനസ്സിലായി? ഇത്ര മനോഹരമായ എനർജിയാണിത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ക്ലെയിം ചെയ്തേക്കണേ കേട്ടോ. ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. കാരണം ഇത്തരത്തിലുള്ള പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. വളരെ നല്ല എനർജിയാണ് കേട്ടോ. ഈ സ്പിരിച്വൽ വേയിലൂടെ വരുമ്പോൾ കാണുന്ന ഈ ഒരു സൈനുകളെല്ലാം വളരെ മനോഹരങ്ങളാണ്. അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ആ എനർജീസാണ് ഈ വരുന്നത്. മനസ്സിലായ? അപ്പോൾ ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ് പിന്നീട് വന്നത്. ഇവിടെ ആരുടെയെങ്കിലും ഒക്കെ വിവാഹം നടക്കുന്നതിൽ സന്തോഷിക്കാനുള്ള എനർജിയാണ്. ജോലി ലഭിക്കാം, ഇവിടെ പുതിയ വീട്, കുഞ്ഞിന്റെ ജനനമാകാം, എന്തിലൊക്കെയോ നിങ്ങൾ ഇവിടെ സന്തോഷിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ സന്തോഷത്തിലേക്കുള്ള വേയാണ് സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത്, സ്പിരിച്വൽ പാത്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിലേക്ക് വരികയാണ്. ഇതുവരെ ദുഃഖങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നല്ലതുപോലെ സന്തോഷിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതിന് മുന്നറിയിപ്പാണ്. അല്ലെങ്കിൽ തന്നെ സ്പിരിച്വൽ വേയിലൂടെ വരുന്ന വ്യക്തികൾക്ക് മറ്റുള്ള കാര്യങ്ങളിലൊന്നും ബോധേഡാവില്ല.
മറ്റുള്ള കാര്യത്തിൽ നിന്ന് നിങ്ങളെ ഒന്നും ചിന്തിച്ചിട്ട് അവർ വിഷമിക്കുകയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളെയും ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാകും. അതല്ല എങ്കിൽ മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് എപ്പോഴും അത്യാവശ്യം എന്താണ്? നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതല്ലേ. ആ നിയന്ത്രണമില്ലാത്ത മനസ്സല്ലേ പാഞ്ഞ് പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അലയുന്നത്. അപ്പോൾ അത് വേണ്ട, ഇവിടെ അത് വരില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മവിശ്വാസം ഉണ്ടാകും, എനിക്കത് ഇന്നല്ലെങ്കിൽ നാളെ അത് ലഭിക്കും എന്നുള്ളത്. ഇവിടെയാണ് ആ സന്തോഷം ആസ്വദിക്കുകയാണ് ഇവിടെ. ഇല്ല, അപ്പൊ ഇത്തരത്തിലുള്ള എനർജിയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇന്നത്തെ ദിവസം. ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി, സാമ്പത്തികം നോക്കിയിരിക്കുകയാണ് ഇവിടെ, കണ്ടില്ലേ? ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ ജോലി ലഭിക്കുന്നതാവാം. ഇതിനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാനും കഴിയുന്ന ഈ ഒരു സമ്പത്തിൻ്റെതായ എനർജി നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളൊരു ഹൈ എനർജിയിലുള്ള വ്യക്തിയാണ്, അത് നിങ്ങൾക്കിത് അർഹിക്കപ്പെട്ടതാണ്. ഇവിടെ ഈ ഒരു ജോബ് അല്ലെങ്കിൽ ഈ സാമ്പത്തികം നിങ്ങൾ അർഹിക്കുന്നതാണ്, ഇത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. കാരണം ക്യൂനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഹൈ എനർജിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കിത് ലഭിക്കാതിരിക്കില്ല. അപ്പോൾ അത് അങ്ങനെ നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടാകും, ചില ജോലികൾക്ക് വേണ്ടി സാമ്പത്തികം കൂടുതൽ കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ പേജ് ഓഫ് പെന്റക്കിൾസ്, എന്തുമാത്രം പെന്റക്കിളിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പേജ് ഓഫ് പെന്റക്കിൾസ് ഇവിടെ ജോലി ലഭിക്കുന്ന എനർജിയാണ്, കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇന്ന് ജോബ് ലഭിക്കാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത്. മനസ്സിലായി? പെന്റക്കിൾ എർത്ത് സൈനാണ്. ടോറസ്, വർഗോ, ക്യാപ്രിക്കോൺ എനർജി കൂടുതലായിട്ടും. ബാക്കിയുള്ളവർക്ക് എല്ലാം ഉണ്ട്, ഈ എനർജി എല്ലാം ഉണ്ട്. വൺസിന്റെ എനർജിയും എംപററുടെ എനർജി ഉണ്ടല്ലോ, എല്ലാ തരത്തിലുള്ള എനർജീസ് നിങ്ങൾക്കുണ്ട് ഇന്നത്തെ ദിവസം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ജോലി ലഭിക്കാനുള്ള എനർജി, സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി. മനസ്സിലായി? എവിടെയെങ്കിലും ചിലപ്പോൾ ജോബിനുള്ള ഓഫർ വരാം. ഇനി അതല്ല, അതിലേക്ക് കൂടുതലായിട്ട് പരിശ്രമിക്കാനുള്ള സാധ്യത, അത് നേടിയെടുക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ചില സൂചനകൾ, അത് ലഭിക്കാറായി എന്നുള്ളതിന്റെ സൂചനകൾ വരാം. അല്ലെങ്കിൽ സാമ്പത്തികം ലഭിക്കാറായി എന്നുള്ളതിന്റെ സൂചനകൾ വരാം. അങ്ങനെയൊക്കെയുള്ള ചില സൈനുകൾ കാണുന്നതും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിറഞ്ഞ സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു പലർക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം കൊണ്ട് നോക്കിയിരുന്ന ചില സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നു. ചിലപ്പോൾ റിട്ടയർമെന്റിന്റെ സാമ്പത്തികം നിങ്ങൾക്ക് ഏറെ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ലഭിക്കുന്നതാവാം. അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികം, ചിലപ്പോൾ ചിട്ടി, കുറി, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെയാണ്, ലോണ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതെങ്കിലും ഒക്കെ ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. 9 ഓഫ് വാൺസിന്റെ എനർജിയാണ്. വളരെയധികം കോൺഫിഡന്റ് ആണ്. ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് സാധിക്കും എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ആകാംക്ഷയുണ്ട്, മനസ്സിൽ സാധിക്കുമോ എന്ന് ആകാംക്ഷയുണ്ട് എങ്കിൽ പോലും ഇവിടെ സഫലത അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. 9 അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സഫലത ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നു എന്ന് കാണുന്നുണ്ട്. ഒരുപാട് വിഷമിക്കേണ്ട അവസ്ഥയില്ല ഇന്നത്തെ ദിവസം എന്ന് കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ, മാനസികമായിട്ട് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ സഫലത ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ അടുത്തതായിട്ട് ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഒരു തുടക്കം വരുന്നുണ്ട്, സാമ്പത്തിക വരുമാനത്തിനായിട്ട് നിങ്ങൾക്കൊരു തുടക്കം വരുന്നു എന്ന് കാണുന്നുണ്ട്. മനസ്സിലായോ? ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സമ്പത്തിൻ്റെതായ ഒരു തുടക്കം വരുന്നുണ്ട്. ആർക്കെങ്കിലും ചിലപ്പോൾ ഇന്ന് സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി ഉണ്ട് ഇന്നത്തെ ദിവസം. ചിലപ്പോൾ ആർക്കെങ്കിലും ജോലി ചെയ്ത ശമ്പളം കിട്ടാനാവാം. ഇനി അതുമല്ലെങ്കിൽ ഒരു തുടക്കം, ഒരു പുതിയ ജോലിയിലേക്ക് തുടക്കം വെച്ചിട്ടുണ്ടാവാം. ഇവിടെ അതിൻ്റെതായ ഒരു തുടക്കം വരുന്നുണ്ട്. സമ്പത്തിൻ്റെതായ, സാമ്പത്തികത്തിൻ്റെതായ ഒരു തുടക്കം നിങ്ങൾക്കിന്ന് വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒറക്കിൾ കാർഡ്സ് ഒന്ന് നോക്കാവേ. 2-3 എടുക്കാവേ. മതി. ഓട്ടം വന്നിരിക്കുന്നത് പോസ്റ്റ്പോൺമെന്റ് ആണ്. കണ്ടല്ലോ, നിങ്ങൾ ഏത് കാര്യവും നിങ്ങൾ മാറ്റി മാറ്റി വെക്കും, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ്, അത് ഒരിക്കലും അങ്ങനെ പാടില്ല. നിങ്ങൾക്ക് മനസ്സിനൊരു ധൈര്യം കൊടുക്കൂ. എനിക്ക് ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യണം, നാളത്തേക്ക് ഞാൻ മാറ്റി വെക്കില്ല. ഇത് ആക്ഷൻ എടുക്കാൻ തുടങ്ങിയാൽ ആക്ഷൻ എടുക്കുക. മനസ്സിലായി? പതിയെ 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 നിങ്ങൾ മുന്നോട്ട് വന്നുകൊള്ളൂ. കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. അല്ലാതെ ഇന്നൊരു ആവേശമുണ്ട്, ഇന്ന് തുടങ്ങണമെന്ന്,
പിന്നെയും വിചാരിക്കുകയാണ് നാളെ തുടങ്ങാം. നാളെ ഈ ആവേശം അങ്ങ് തണുത്തുറഞ്ഞു പോകും. അപ്പൊ നമ്മൾ വിചാരിക്കണം, ഓ മറ്റന്നാൾ തുടങ്ങാം. ഇങ്ങനെ വിചാരിക്കാൻ പാടില്ല. നിങ്ങൾ ഒരു കാര്യങ്ങളും നിങ്ങൾ നാളത്തേക്ക് പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇന്ന് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ഇന്ന് തന്നെ ഈ ഒരു ആവേശത്തിൽ തന്നെ തുടങ്ങുക. അതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് ഇന്നർ വോയിസ് വരുന്നുണ്ട്. നിങ്ങൾക്കത് ചെയ്യാനുള്ള ഇന്നർ വോയിസ് ലഭിക്കും. നിങ്ങൾക്ക് ഇൻസൈറ്റ് ലഭിക്കുന്നുണ്ട് ഇവിടെ. അതുവഴി നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഉൾവിളികളെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് കാര്യത്തിലും നിങ്ങൾക്ക് നല്ല സക്സസ് ലഭിക്കും. അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ്സ്, കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളെ ഓർത്തോർത്ത് വിഷമിച്ചിരുന്നിട്ട് യാതൊരു ഫലവുമില്ല. നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾ കൊണ്ടുവന്നല്ല, നിങ്ങൾക്കുള്ളതായിരുന്നുമില്ല. മനസ്സിലായി? ഏതെങ്കിലും വ്യക്തികൾ ജീവിതത്തിൽ നിന്ന് പോയോ, അവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി പാടുപെടുകയാണ് പലരും. എന്തിന്? ആ വ്യക്തി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊയ്ക്കൊള്ളട്ടെ. അത് നിങ്ങളുടേതായിരുന്നില്ല, നിങ്ങൾക്കുള്ളതല്ല. നിങ്ങളെ ഒരു ലെസൺ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ കുറേ ദുഃഖം അനുഭവിക്കുന്നു. അത് മാത്രം വിചാരിച്ചാൽ മതി. അത് അവിടെ നിന്നും പെട്ടെന്ന് നിങ്ങൾ റിലീസ് ആവണം. എന്നിട്ട് മുന്നോട്ട് വരിക. മനസ്സിലായി? ഇപ്പൊ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ ഓർത്ത് സാമ്പത്തികം നഷ്ടപ്പെട്ടു. എല്ലാവർക്കും അങ്ങനെയൊക്കെ, പലർക്കും സാമ്പത്തികം നഷ്ടപ്പെടാറുണ്ട്. പക്ഷെ നഷ്ടപ്പെട്ടതിനെ ഓർത്തിട്ട് ഇരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. വീണ്ടും നമുക്കത് വന്നു ചേരാനുള്ള ആ ഒരു സൊല്യൂഷൻ എന്താണോ അത് കണ്ടെത്തുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇവിടെ ദ ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത്. വീണ്ടും ഒരു സ്പിരിച്വൽ വേയിലൂടെ വരികയാണ്. പെട്ടെന്നൊരു ദൈവാനുഗ്രഹം ഉണ്ടാവുകയാണ്. യൂണിവേഴ്സിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് മുന്നോട്ട് വരുന്ന എനർജി പുതിയൊരു ലൈഫിലേക്ക്. ഇവിടെ പുതിയൊരു ലൈഫ് തുടങ്ങാൻ പോകുന്നു നിങ്ങൾ ആരെങ്കിലുമൊക്കെ. മനസ്സിലായി? അപ്പം ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് എന്താ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.